കിളിക്കൊള്ളി പ്രമാറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നീതു ആണെങ്കിൽ ഹരീഷായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നീതുവിൻ്റെ ചേട്ടനാണെങ്കിൽ റൂമിൽ വന്നിട്ടാണെങ്കിൽ കഥനൊക്കെ തട്ടിയിട്ട് നീതുവിനെ വഴക്കൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ പിറ്റേ ദിവസം കാണിക്കാൻ നമ്മൾ നീതു ആണെങ്കിൽ എണീറ്റ് വരുന്ന സമയത്ത് നമ്മൾ നീതുവിൻ്റെ അച്ഛനൊക്കെ പറയുന്നുണ്ട്, മോളെ ആ പയ്യനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നീതു പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ മറക്കാൻ പറ്റുമോ, അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ നമ്മൾ നീതു പറയുന്നുണ്ട്. ദിവസം നമ്മളെ നിധിയും സുധീഷും കൂടാണ് ലൈസൻസിൻ്റെ ഇതിനൊക്കെ അപേക്ഷിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ ഫോട്ടോ ഒക്കെ ഒട്ടിക്കാൻ പറയുമ്പോൾ നമ്മൾ സുധീഷ് ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയുടെ ഫോട്ടോ എന്ന ഒരു ഫോട്ടോ നമ്മൾ സുധീഷാണെങ്കിൽ നിധി കാണാതെ പോക്കറ്റിലൊക്കെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് ടെസ്റ്റിൻ്റെ ആ ഒരു ദിവസത്തിൽ ആ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ നിധി ഒരുപാടൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ ഒരു നിധിക്കാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ല, ആ മൊത്തത്തിൽ നിധി ടെൻഷനായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയൊക്കെ നല്ല ഇതായിട്ടൊക്കെ പഠിപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിധിയാണെങ്കിൽ തെറ്റിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര ഓടിച്ചിട്ട് നമ്മളെ നിധിക്കാണെങ്കിൽ അങ്ങോട്ട് ശരിയാവുന്നതൊന്നുമില്ല. അങ്ങനെ നമ്മൾ നിധി ഓട്ടിക്കുന്നതനുസരിച്ച് നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സുധീഷാണെങ്കിൽ ഒരുപാടൊക്കെ നിധിക്ക് ആ ഒരു ഇതിന് വേണ്ടി ടെസ്റ്റിനൊക്കെ വേണ്ടി നല്ല രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിധിയാണെങ്കിൽ ആ ഒരു വിഷമമൊക്കെ കാര്യം സുധീഷിനെ ഒരുപാടൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ നിധി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഫ്രോഡിനെ ഞാൻ സ്നേഹിക്കത്തില്ല, കല്യാണം കഴിക്കത്തില്ല, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിധി ഒരുപാടൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമ്മൾ നിധി ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുധീഷാണെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിധിക്ക്, ഇങ്ങനെ RTO വരും, RTOയുടെ മുമ്പിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത്, അപ്പോൾ കാലൊന്നും തറയിൽ കുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ നിധിയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇതിൽ തന്നെ നിധിയാണെങ്കിൽ കാല് തറയിൽ കുത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ ടെസ്റ്റിൽ ഫെയിൽ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ RT ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കാത്ത ആൾക്കാരാണ് വണ്ടി ഓടിക്കാൻ വന്നവരെ റിജക്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ തലയിൽ കൈയൊക്കെ വയ്ക്കുന്നുണ്ട്, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സുധീഷ് പിന്നെ നിധി വരുമ്പോൾ പറയുന്നുണ്ട് ആ പോട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിധി പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും ഇല്ല എന്നൊക്കെ നമ്മൾ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുധീഷ് പറയുന്നുണ്ട് എന്തായാലും വിഷമിക്കണം, ഞാൻ ഒരു വട്ടമാണ് ഒരു RT എടുത്ത് ഒരു വട്ടമാണ് ചാൻസ് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ പോയിട്ടാണെങ്കിൽ RTയുടെ കൈയും കാലൊക്കെ പിടിച്ച് സംസാരിക്കാനൊക്കെ പറയുന്നത്, ഒരു വട്ടം കൂടി ചാൻസ് താന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ RTO പറയുന്നുണ്ട് എന്തായാലും ലാസ്റ്റ് ഒരു ചാൻസ് കൂടെ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ആ രീതിയിലാണ് നമ്മൾ RTO എടുത്ത് കൈയും കാലിലൊക്കെ വീണൊക്കെ അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു ചാൻസ് കൂടെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് എന്തായാലും നിധി എടുത്ത് ഇങ്ങനെ സ്നേഹത്തിൽ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അവളെ കുറച്ചും കൂടെ ഒരു എരിയേറ്റി വെച്ച് കൊടുത്താലേ അവൾ അത് ശരിയാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയാണെങ്കിൽ നമ്മൾ സുധീഷ് വന്നിട്ട് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് പറയുന്നുണ്ട് തനിക്ക് എന്തോ ഒരു കാര്യമില്ല, താനാണെങ്കിൽ ഒരു പിന്നെ ചുമ്മാ ഈ വാചകം മാത്രം അടിക്കാൻ മാത്രമേ തനിക്ക് അറിയത്തുള്ളൂ, നമുക്ക് ആഗ്രഹം മാത്രം മനസ്സിലുണ്ടായാൽ പോരാ എന്നൊക്കെ പറയുന്നുണ്ട്, നേടിയെടുക്കാനുള്ള ഒരു വാശിയും കൂടെ നമുക്ക് മനസ്സിൽ വേണം, തനിക്ക് ആ ഒരു വിൽ പവർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിധിയെ കുറേയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ ദേഷ്യമായിട്ട് പറയുന്നു, മതി സുധീഷെ നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിധി പറയുന്നുണ്ട് എനിക്ക് പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിധിയാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷിന് ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി, എന്തായാലും നിധിക്ക് പറ്റുമെന്നുള്ള നിധി കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നിധിയാണെങ്കിൽ പോയി വണ്ടിയൊക്കെ എടുത്ത് RTയുടെ മുമ്പിൽ വണ്ടി ഓടിച്ചൊക്കെ കാണിച്ച് ടെസ്റ്റിലൊക്കെ നമ്മൾ നിധി പാസ്സാവുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ നിധി വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധീഷ് പറയുന്നത് എന്തായാലും ഞാൻ നിനക്കാണെങ്കിൽ കുറേ വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നീ എന്തായാലും ആ ഒരു വാശിയോടെ നീ ലൈസൻസ് പാസ്സായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നത് ഓഹോ അപ്പം എന്നെ ദേഷ്യം കയറ്റാൻ വേണ്ടി പറഞ്ഞാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ആ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നിധി സുധീഷാണെങ്കിൽ ചിരിച്ചിട്ടൊക്കെ ആണെങ്കിൽ അവർ വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം നമ്മൾ നിധിയാണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടിയൊക്കെ റെഡിയായിട്ട് ഓഫീസിൽ പോകുന്ന സമയത്ത് ആ ഒരു ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്ന സമയത്താണ് നമ്മൾ നിധിയെ കാണുമ്പോൾ നമ്മളെ നീതുവിൻ്റെ ചേട്ടനാണെങ്കിൽ നിധിയെ ആണെങ്കിൽ അഞ്ജലി എന്നിങ്ങനെയൊക്കെ വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നീതുവിൻ്റെ ചേട്ടൻ പറയും താമസിക്കുന്ന വീട്ടിൽ നീ ഒറ്റയ്ക്കല്ലേ മാനേജ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിനക്ക് അഞ്ജലി എന്ന് പേരിട്ടേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ നിധിയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിധിക്കാണെങ്കിൽ ആകെ സങ്കടം വന്നിട്ട് നിധി തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷ് ചേട്ടൻ്റെയും അതുപോലെ നമ്മൾ നികേഷും ഉണ്ട്, നമ്മൾ സുധീഷും ഉണ്ട്, അവിടെ മുമ്പിലാണെങ്കിൽ നിധി ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവരൊരുപാട് കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മളെ സുധീഷ് പിന്നെ ചുമ്മാ ഇരിക്കും, നമ്മളെ സുധീഷും നമ്മളെ സുഭാഷ് ചേട്ടൻ നികേഷും നിധിയും കൂട്ടിക്കൊണ്ട് പോയിട്ടാണെങ്കിൽ അവരാണെങ്കിൽ നല്ല എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുഭാഷ് ചേട്ടനും സുധീഷും നികേഷും കൂടെയൊക്കെ ആണെങ്കിൽ നമ്മൾ നീതുവിൻ്റെ ചേട്ടനെ എടുത്തിട്ട് നല്ല അടിയും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.